വലിയ കവിതയ്ക്കും ചെറിയ കവിത എന്നാണ് പറയുന്നത് എല്ലാവരും. നാടിപ്പോൾ ഇങ്ങനെയാ, നാടിപ്പോൾ ഇങ്ങനെയാ. കൊട്ടാരം പോലുള്ള വീട്ടിലാണേ വാസം, കെട്ടിയടച്ചുള്ള 2 ജന്മം. മക്കൾ അമേരിക്കയിൽ ജീവിതം, നോക്കാനാളില്ല ഇവർ ജീവിതം. കാലത്തും വൈകിട്ടും കൊണ്ടുവരുന്നുണ്ട് ഓൺലൈനിലായിട്ടു ഭക്ഷണങ്ങൾ. ഗേറ്റിൽ വെച്ച ബോക്സിൽ വയ്ക്കുന്നുണ്ടേ, വേണമെങ്കിൽ കഴിക്കാനെടുക്കാം. താങ്ങുവടിയിലായി താങ്ങി മെല്ലെ വെച്ചു വരുന്നുണ്ടു പാവം ഒരാൾ. വിറയാർന്ന പാദമെടുത്തെടുത്തു വെച്ചു ഭക്ഷണപ്പൊതി കൈക്കലാക്കി പോകും. കൊട്ടാരം പോലുള്ള വീടു കെട്ടി മക്കൾ പ്രൗഢി കാട്ടും നാട്ടിൽ കേമരാഗം. കല്ലുപാകി മുറ്റം മോടിയാക്കും, ഗേറ്റു സ്ഥാപിക്കും അകലെയായി. 10-200 അടി അകലം നടന്നാലേ ഗേറ്റിലെത്തൂ, പിന്നെ ബോക്സു കാണൂ. വിറയാർന്ന മേനിയെ താങ്ങിയൊരു ദേഹി ആർത്തിയാൽ ഭക്ഷണം തേടിയെത്തും. വീട്ടിനുള്ളിൽ കിടക്കുന്നുണ്ടൊരമ്മയും വർഷങ്ങളായി കിടക്കയിലായി. മാതാപിതാക്കളിരുവരും അന്യോന്യം നോക്കിക്കരഞ്ഞു കഴിഞ്ഞിടുന്നു. മക്കൾ പഠിച്ചുയരങ്ങളിലെത്തുമ്പോൾ രക്ഷിതാക്കൾ മനം മാനത്തോളം. ഉയരത്തിലെത്തുന്ന മക്കളോ നൂൽ പൊട്ടി പട്ടം കണക്കെ പറന്നു ദൂരെ. ചിതറിക്കിടക്കുന്നു ഭക്ഷണം ചുറ്റിലും, കാക്കയും നായ്ക്കളും തിന്നിടുമ്പോൾ. ആളുകൾ കൂടുന്നു, പോലീസും എത്തുന്നു, വാതിൽ പൊളിച്ചവർ ഉള്ളിൽ കയറി. വീട്ടിനുള്ളിൽ നിന്നും ദുർഗന്ധം ഒഴുകുന്നു, ഈച്ചകൾ മൂളി പറന്നിടുന്നു. കണ്ടവർ ഞെട്ടി തരിച്ചു നോക്കും നേരം, ഉറുമ്പരിച്ചു 2 ദേഹമിതാ. ഭക്ഷണം കിട്ടാതെ ഒട്ടിയ വയറിലായി അരിച്ചു നടക്കുന്നു പുഴുക്കൾ കഷ്ടം. ഗേറ്റിലിരിപ്പുണ്ട് ഭക്ഷണപ്പൊതികളും, പല്ലിളിച്ചു കാട്ടി ഹാസ്യമോടെ. മകനെ അറിയിച്ചു, മകളെ അറിയിച്ചു, ഇല്ലവർക്കു വരാൻ നേരമില്ല. വേണ്ടതെന്താണെന്നു ചെയ്യുക നിങ്ങളും, കാശെത്ര വേണേലും അയച്ചു നൽകാം. കേരളമേ നിന്റെ നാടിൻ്റെ അവസ്ഥയും മക്കളെയും ഓർത്തു കേഴുന്നു ഞാൻ. കേരളമേ നിന്റെ നാടിൻ്റെ അവസ്ഥയും മക്കളെയും ഓർത്തു കേഴുന്നു ഞാൻ. പഠിപ്പിച്ചു മക്കളെ ഉയരത്തിലെത്തിക്കാൻ കൊതിച്ചതാണോ ഇവർ ചെയ്ത കുറ്റം? പഠിപ്പിച്ചു മക്കളെ ഉയരത്തിലെത്തിക്കാൻ കൊതിച്ചതാണോ ഇവർ ചെയ്ത കുറ്റം? നന്ദി. ഇത് എൻ്റെ